ഭർത്താവിന് കുടുംബാംഗങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് പ്രത്യേകം അനുശോചനം രേഖപ്പെടുത്തുന്നു. ജീസസ് യൂത്ത് അംഗം എന്ന നിലയിൽ, വലിയ കുടുംബത്തെ വളർത്തി വലുതാക്കിയ വ്യക്തി എന്ന നിലയിൽ, സഭാജീവിതത്തിൽ കുർബാനയോടുള്ള ബന്ധത്തിൽ വലിയ സാക്ഷ്യം നൽകിയ വ്യക്തി എന്ന നിലയിൽ ജോയ്സി തീർച്ചയായിട്ടും എല്ലാവർക്കും മാതൃകയാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരാകുമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ഐശ്വരാക്ഷരായി കബറുകളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾ ഈ സഹോദരി ജോയ്സി നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിന് നിന്റെ കൃപയാനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവെ, ജീവന്റെ വലിയ മൂല്യം അറിഞ്ഞിരുന്ന ഒരമ്മ, 5 മക്കളുടെ അമ്മ സിസേറിലൂടെ, അതോടൊപ്പം തന്നെ സഹനത്തെ വലിയ പ്രത്യാശയോടും സന്തോഷത്തോടും സ്വീകരിച്ചൊരമ്മ മരണമാണ് ഇപ്പോൾ ഉള്ളത്. പിതാവ് എങ്ങനെ നോക്കിക്കാണും? പ്രത്യാശയുടെ തീർത്ഥാടകരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. മരണത്തിലും സഹനത്തിലെല്ലാം പ്രത്യാശയോടെ ജീവിച്ച വ്യക്തിയാണ് ജോയ്സി. ഒരു ജീസസ് യൂത്ത് അംഗം എന്ന നിലയിൽ, പ്രത്യേകിച്ച് വലിയ കുടുംബത്തെ വളർത്തി വലുതാക്കിയ വ്യക്തി എന്ന നിലയിൽ, അതിനേക്കാൾ അപ്പുറത്ത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ക്യാൻസർ വന്നപ്പോൾ ത്യാഗത്തെ, സഹനത്തെ, അത് ദൈവമഹത്വത്തിനായി മറ്റുള്ളവരുടെ നന്മയ്ക്കായി കാഴ്ചവെച്ച വ്യക്തി എന്ന നിലയിൽ, ഒരു ദിവസം കുർബാന മുടങ്ങാതെ വന്ന വ്യക്തി എന്ന നിലയിൽ ജോയ്സി ഏവർക്കും മാതൃകയാണ്. തീർച്ചയായും ജോയ്സിയുടെ ജീവിത മാതൃക മറ്റു പലർക്കും അനുകരണീയമാണ്. സഹനങ്ങളുടെ അവസരത്തിലാണ് ക്രിസ്തീയ വിശ്വാസം അതിൻ്റെ ഏറ്റവും ശോഭയിൽ തിളങ്ങുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ് ജോയ്സി. അഭിയൊന്ന് പിതാവ് പറഞ്ഞ എല്ലാ വാക്യങ്ങളോടും ചേർത്ത് ഞാനും പറയുകയാണ്. ക്രൈസ്തവ ജീവിതം ഈ സഹനങ്ങളിൽ ഏറ്റവും അർത്ഥവത്തായിട്ട് ജീവിക്കാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സഹന മരണ ഉത്ഥാനങ്ങളിൽ പങ്കുചേരുന്ന വിശുദ്ധ കുർബാന സഹിച്ചുകൊണ്ട് പങ്കെടുത്ത് കർത്താവിനോടൊപ്പം ഇപ്പോൾ നിത്യതയിലേക്ക് കടന്നു വരുന്ന ജോയ്സിയെ പ്രത്യേകമായിട്ട് വലിയ പ്രചോദനമായിട്ട് തമ്പുരാൻ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.